ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ കുടിയേറ്റ നയത്തെക്കുറിച്ച് യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ശനിയാഴ്ച വിശദീകരണം നൽകി. ഈ പുതിയ തീരുമാനം ഇന്ത്യയെ മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ളതല്ല എന്നും ലോകമെമ്പാടുമുള്ള കുടിയേറ്റ സംവിധാനങ്ങളെ കൂടുതൽ നിയന്ത്രിക്കാനും കാര്യക്ഷമമാക്കാനുമുള്ള വലിയ പരിഷ്കരണ പദ്ധതിയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിനു ശേഷം ഒരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് റൂബിയോ ഈ കാര്യങ്ങൾ പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അമേരിക്ക വലിയ കുടിയേറ്റ പ്രതിസന്ധി നേരിടുകയാണെന്നും അതുകൊണ്ടാണ് പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം കുടിയേറ്റ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് ഇന്ത്യയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയമാണിത്. അമേരിക്ക തന്റെ ഇമിഗ്രേഷൻ സംവിധാനം കൂടുതൽ ക്രമബദ്ധവും വേഗതയേറിയതുമായ രീതിയിൽ മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് റൂബിയോ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രകാരം കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ 20 ദശലക്ഷത്തിലധികം അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഗ്രീൻ കാർഡ് സംവിധാനവും പല രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നാണ് ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഇപ്പോൾ നിയമങ്ങളിൽ കൂടുതൽ കർശനത കൊണ്ടുവരാൻ അമേരിക്ക തീരുമാനിച്ചതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ നിയമങ്ങൾ ആദ്യഘട്ടത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടും അസൗകര്യവും ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് റൂബിയോ സമ്മതിച്ചു. എന്നാൽ ഭാവിയിൽ ഈ സംവിധാനം കൂടുതൽ സ്ഥിരതയുള്ളതും വേഗത്തിലുള്ളതുമായിരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഇപ്പോൾ ചിലർക്കിത് ബുദ്ധിമുട്ടായി തോന്നാം, പക്ഷേ ദീർഘകാലത്തിൽ ഇത് എല്ലാവർക്കും നല്ലൊരു സംവിധാനമാകും എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ട്രംപ് ഭരണകൂടം ഗ്രീൻ കാർഡ് അപേക്ഷാ നടപടികളിൽ വലിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ച സമയത്താണ് ഈ പ്രസ്താവന പുറത്തുവന്നത്. ഈ മാറ്റങ്ങൾ ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ ബാധിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് അമേരിക്കയിൽ പഠിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും H-1B വിസയിൽ ജോലി ചെയ്യുന്നവരുമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടാൻ സാധ്യതയുള്ളത്. യു.എസ്. സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഇനി മുതൽ ഗ്രീൻ കാർഡിനോ സ്ഥിര താമസത്തിനോ അപേക്ഷിക്കുന്ന പലരും സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങി അവിടെ നിന്ന് അപേക്ഷിക്കേണ്ടി വരും. മുമ്പ് പലരും അമേരിക്കയിൽ തന്നെയായിരുന്നു സ്റ്റാറ്റസ് മാറ്റി ഗ്രീൻ കാർഡ് പ്രക്രിയ പൂർത്തിയാക്കാറുണ്ടായിരുന്നത്. എന്നാൽ പുതിയ നിയമപ്രകാരം അത് വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ മാത്രമേ അനുവദിക്കൂ. ഏജൻസി വ്യക്തമാക്കിയത് യു.എസിലെ സ്റ്റാറ്റസ് മാറ്റം ഇനി സാധാരണ പ്രക്രിയ അല്ല, മറിച്ച് ഒരു പ്രത്യേക ഒഴിവായി മാത്രം കണക്കാക്കപ്പെടും എന്നതാണ്. ഓരോ അപേക്ഷയും വ്യക്തിഗത അടിസ്ഥാനത്തിൽ വളരെ കർശനമായി പരിശോധിക്കുമെന്നും അധികൃതർ അറിയിച്ചു. പുതിയ നയരേഖയിൽ USCIS മറ്റൊരു പ്രധാന കാര്യം ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികൾ, താൽക്കാലിക തൊഴിലാളികൾ, വിനോദസഞ്ചാരികൾ തുടങ്ങിയവർ പ്രത്യേക ലക്ഷ്യത്തോടെയും നിശ്ചിത കാലയളവിലേക്കുമാണ് അമേരിക്കയിൽ എത്തുന്നത്. അവരുടെ വരവ് സ്വാഭാവികമായി ഗ്രീൻ കാർഡിലേക്കുള്ള ആദ്യപടിയായി കണക്കാക്കരുതെന്നാണ് പുതിയ നയത്തിന്റെ പ്രധാന ആശയം. ഈ മാറ്റം ഇന്ത്യക്കാരെ കൂടുതൽ ബാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കാരണം അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ H-1B വിസ ഉടമകളും തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡ് അപേക്ഷകരും ഇന്ത്യൻ പൗരന്മാരാണ്. ടെക്നോളജി, ആരോഗ്യരംഗം, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ ആയിരക്കണക്കിന് ഇന്ത്യക്കാർ അമേരിക്കയിൽ ജോലി ചെയ്യുന്നു. ഇവരിൽ പലരും വർഷങ്ങളായി ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുകയാണ്. പുതിയ നിയമങ്ങൾ കാരണം അമേരിക്കയിൽ ജോലി ചെയ്യുന്ന പലർക്കും കുടുംബജീവിതത്തിലും കരിയറിലും അനിശ്ചിതത്വം ഉണ്ടാക്കുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. പഠനം പൂർത്തിയാക്കിയ ശേഷം അമേരിക്കയിൽ ജോലി ചെയ്ത പിന്നീട് സ്ഥിരതാമസം നേടാനായിരുന്നു പല ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും പദ്ധതി. എന്നാൽ ഇപ്പോൾ നിയമങ്ങൾ മാറിയതോടെ അവരുടെ ഭാവി തീരുമാനങ്ങളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതേസമയം ഈ മാറ്റങ്ങൾ ദീർഘകാലത്തിൽ ഇന്ത്യക്കാർക്കും ഗുണകരമാകുമെന്ന് റൂബിയോ അഭിപ്രായപ്പെട്ടു. ഭാവിയിൽ അമേരിക്കയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് കൂടുതൽ വേഗതയേറിയതും വ്യക്തതയുള്ളതുമായ ഒരു സംവിധാനം ലഭിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ അപേക്ഷകൾ വേഗത്തിൽ തീർക്കാനും കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും കഴിയുമെന്ന വിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. ന്യൂഡൽഹിയിലെ സേവാതീർത്ഥയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്കിടെ പ്രസിഡന്റ് ട്രംപിന്റെ പേരിൽ വൈറ്റ് ഹൌസ് സന്ദർശിക്കാൻ പ്രധാനമന്ത്രി മോദിയെ റൂബിയോ ക്ഷണിക്കുകയും ചെയ്തു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ക്ഷണം നൽകിയതെന്നാണ് വിലയിരുത്തൽ. പുതിയ കുടിയേറ്റ നയത്തെക്കുറിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത പ്രതികരണങ്ങളാണ് ഉയരുന്നത്. ചിലർ ഇത് അമേരിക്കയുടെ സുരക്ഷയ്ക്കും നിയമപരമായ നിയന്ത്രണങ്ങൾക്കുമായി വേണ്ട നടപടിയാണെന്ന് കരുതുന്നു. മറ്റു ചിലർ പറയുന്നത് ഇതുപോലെ കർശനമായ നിയമങ്ങൾ വിദേശ വിദ്യാർത്ഥികൾക്കും കഴിവുള്ള തൊഴിലാളികൾക്കും ബുദ്ധിമുട്ടാക്കുമെന്നാണ്. എന്തായാലും ട്രംപ് ഭരണകൂടം അമേരിക്കൻ കുടിയേറ്റ സംവിധാനത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ ഉറച്ച നിലപാടിലാണ്. ഈ പുതിയ നയങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്ന് അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ വ്യക്തമാകും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.